ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ആരാണ് ശരിക്കും രേണുസുതി? എറണാകുളം ജില്ലാ കളക്ടർ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ അഭിനയിക്കുമായിരുന്നു? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവസരം വന്ന് അഭിനയിക്കും. താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടിയോ നോക്കാറുണ്ട്? ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. കുഞ്ഞിലെ നോക്കായിരുന്നു. ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു. മതി, ഇപ്പൊ എല്ലാം ഓക്കെ. ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. അതാണ് കാര്യം. സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നും ധാർമ്മിക ഉത്തരവാദിത്തം എന്താ വീട്ടിൽ ഇരിക്കണോ? സുധിച്ചേട്ടന്റെ ഭാര്യ എന്നാലും കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. എന്തോ എങ്ങനെ കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ട് അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കായിൽ താഴ്ത്തും. ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നു. പറയുമായിരുന്നു, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ. നീ എവിടെ വന്ന മരഭൂതമേ? ഇപ്പോ ഇങ്ങനൊരു റീൽസ് വഴി വൈറലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, ഇനി ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. വല്ല ജോലി നോക്കും, വല്ല വേറെ ജോലിക്ക് പോകാൻ അറിയാം. രേണുസുതിക്ക് ആരും സ്ഥലവും തന്നിട്ടില്ല, സുധിക്ക് കൊടുത്തു. വീടും വെച്ചിട്ടില്ല. സുധിക്ക് കൊടുത്തിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയ സുധിച്ചേട്ടൻ എങ്ങനെ സ്ഥലം കൊടുക്കുന്നത്? ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. സുധിച്ചേട്ടന്റെ 2 മക്കൾക്കാണ് സ്ഥലം കൊടുത്തത്. പരത്തി അടിക്കാനൊക്കെ അറിയാം, നന്നായിട്ട് നന്നായിട്ട് അറിയാം. നിങ്ങളെന്താ മോശം പറഞ്ഞോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുവാണ്. ഞാനൊന്നും ആരെ അപമാനിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ.